السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد سيد الثقلين وحبيب الرحمن وعلى آله وأصحابه المجاهدين الذين هجروا أوطانهم ونصروا دين نبيهم. വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ തിരു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിലേക്ക് പോകുന്നത് സാധാരണ രീതിയിൽ സഞ്ചരിക്കുന്ന വഴികളിൽ കൂടിയല്ല. ഓരോ പ്രദേശത്തെത്തുമ്പോഴും ഓരോ താഴ്വരയിലും മലഞ്ചെരുവിലും എത്തുമ്പോഴൊക്കെയും അള്ളാഹുവിൻ്റെ ഹബീബ് ഏതാണ് നാട്, ഈ നാടിൻ്റെ പേരെന്താണ്, ഇവിടെ പാർക്കുന്നവരാരൊക്കെയാണ് എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അള്ളാഹു ഒരുക്കുന്ന വഴിയിലൂടെ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന ആ സമയത്ത് തിരുനബി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന അതേ രീതിയിൽ അതേ വഴിയിലൂടെ അതേ റൂട്ടിലൂടെയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. യാത്രാവേളയിൽ പല ആളുകളെയും കാണുന്നു, പ്രായം ചെന്നവരെ കാണുന്നു, അവരോട് സംസാരിക്കുന്നു. ചില ആളുകൾ നബിയുടെ അരികിലേക്ക് ചിലരെ കൊണ്ടുവരുന്നു, നബിയോട് സലാം ചൊല്ലാൻ പറയുന്നു. പല ആളുകളുമായി പല സംസാരങ്ങളും നടക്കുന്നു. ബദറിലേക്കുള്ള ആ യാത്രയിലെ ഓരോ നിമിഷങ്ങളും വലിയ പാഠങ്ങൾ തന്നെയായിരുന്നു. തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ബദറിലേക്ക് പോയി കൊണ്ടിരിക്കുമ്പോൾ രണ്ടാളുകളെ അള്ളാഹുവിൻ്റെ ഹബീബ് ആദ്യമേ മുന്നിൽ അയക്കുകയാണ് നഫീറിന്റെ വിവരമറിയാൻ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ബദറിലേക്ക് പുറപ്പെട്ടിരിക്കുന്ന അബൂ സുഫിയാനെയും കച്ചവട സംഘത്തെയും രക്ഷപ്പെടുത്താൻ വേണ്ടി മക്കയിൽ നിന്ന് വന്നിരിക്കുന്ന ആ വിഭാഗത്തിന്റെ വിവരമറിയാൻ, അവരെവിടെ എത്തി എന്നറിയാൻ വേണ്ടി ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാളുകളെ ആദ്യമേ മുന്നിൽ പറഞ്ഞയച്ചു. രണ്ടുപേരും ചെന്നു നോക്കുമ്പോൾ രണ്ടു സ്ത്രീകളുടെ അരികിലാണ് അവരെത്തിയത്. ഈ രണ്ടു സ്ത്രീകളുടെ സംസാരം കേൾക്കുന്നു. അവരിൽ ഒരാൾ പറയുന്നത്, ഇന്നത്താനിൽ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം മറ്റന്നാളായി ആ നഫീർ ഇവിടെ എത്തുകയാണെങ്കിൽ, ഇന്നത്താനൻ നഫീർ ഔ ബഅദ ഗദിൻ അഅ്മലു ലഹും, നാളെയോ തൊട്ടടുത്ത ദിവസവുമായി മക്കയിൽ നിന്ന് പുറപ്പെട്ട ആ വലിയ സംഘം ഇവിടെ എത്തുകയാണെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും, അവർക്ക് വേണ്ട എല്ലാ ഹിദുമത്തുകളും ഞാൻ ചെയ്തു കൊടുക്കും, ഭക്ഷണം പാകം ചെയ്തു കൊടുക്കും എന്ന് ഒരു പെണ്ണ് മറ്റൊരു സ്ത്രീയോട് പറയുന്നതാ കേൾക്കുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബിന്റെ അരികിലേക്ക് ഈ രണ്ടുപേരും നബി തങ്ങൾ പറഞ്ഞയച്ച രണ്ടാളുകളും മടങ്ങി വന്ന് വിവരം പറയുന്നു. നഫീർ എന്ന് പറയുന്ന ആ സംഘം ഏതാണ്ട് ബദറിലെത്താൻ അടുത്തെത്തിയിരിക്കുന്നു എന്നവർ അതിൽ നിന്ന് മനസ്സിലാക്കുന്നു. ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനോട് ഒന്നിച്ച് ആ യാത്രാവേളയിൽ ഒരു സ്ഥലത്ത് തമ്പടിക്കുന്നു, അവിടെ താമസിക്കുന്നു. വെള്ളമില്ലാത്ത സമയമായിരുന്നു അത്. ആ മണൽപ്പരപ്പ് ചവിട്ടിയാൽ മണലിന്റെ അടിയിലേക്ക് കാല് താഴ്ന്നു പോകുന്ന വിധത്തിലുള്ള ഒരു പ്രദേശത്ത് അവർ എത്തിപ്പെട്ടിരിക്കുന്നത്. പല ആളുകളും ഒന്ന് കിടന്നുറങ്ങുന്നു, പല ചിന്തകളും മനസ്സിലേക്ക് വരുന്നു. ചില ആളുകൾക്ക് സ്വപ്നസ്ഖലനമുണ്ടാകുന്നു. നേരം പുലർന്നു നോക്കുമ്പോൾ നമസ്കരിക്കാൻ വേണ്ടി ശുദ്ധീകരിക്കാൻ വുളൂഇന് വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല. ശൈത്താൻ വന്ന് പലതും അവരെ മനസ്സിൽ തോന്നിപ്പിക്കുകയാണ്. നമ്മൾ സത്യത്തിന്റെ മേൽ തന്നെയല്ലയോ, നമുക്കെന്താണ് സഹായം ലഭിക്കാത്തത് എന്ന് ചില ആളുകളുടെ മനസ്സിലേക്ക് തോന്നിപ്പോയ സമയത്താണ് അള്ളാഹുവിന്റെ സഹായം ബദറിലേക്ക് ലഭിക്കുന്നത്. നല്ല സുന്ദരമായ ഒരു മഴ അവർക്ക് ലഭിക്കുന്നു. കുടിക്കാൻ വെള്ളമായി, കുളിക്കാൻ വെള്ളമായി, വുളു നിർവഹിക്കാനുള്ള വെള്ളം ലഭിച്ചു. കാല് ചവിട്ടിയാൽ താഴ്ന്നു പോകുന്ന ആ മണൽ പരപ്പ് വെള്ളം വന്ന് മഴ പെയ്തുകൊണ്ട് അമർന്നു. നല്ല സന്തോഷത്തിലാണ് അവർ ജീവിക്കുന്നത്, നല്ല സന്തോഷത്തിലാണ് അവർ അവിടെ കഴിയുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെയും സുബൈർ എന്നവരെയും സഅദ് റളിയല്ലാഹു അൻഹുവിനെയും വീണ്ടും പറഞ്ഞയക്കുന്നു വിവരമറിയാൻ വേണ്ടി. അവർ ചെന്ന് നോക്കുമ്പോൾ രണ്ടാളുകളെ കിട്ടി, രണ്ടടിമകളെ. രണ്ടുപേരെയും അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് കൊണ്ടുവന്നു. നബി തങ്ങൾ അവരോട് സംസാരിച്ചു. ആരാൻ, എവിടെ നിന്നാണ്, എന്തൊക്കെയാണ് വിവരം എന്നൊക്കെ ചോദിച്ചിട്ട് ആ മക്കയിൽ നിന്ന് അബൂ സുഫിയാനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുന്ന ആ സംഘത്തിന്റെ വിവരം അന്വേഷിക്കുന്നു. അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, കമിൽ ഖൗം, എത്രയാണവർ, അവരെത്ര ആളുകളാണുള്ളത്? അവർ പറഞ്ഞു, കസീർ, ധാരാളം ആളുകളുണ്ട്, നിങ്ങളെപ്പോലെയല്ല.
നബി തങ്ങൾ വീണ്ടും ചോദിക്കുന്നു, കം അദദുഹും, അവരുടെ എണ്ണം എത്രയാണ് അവരുടെ സംഖ്യ, എത്രയാണ് കറക്റ്റ്? അവർ പറഞ്ഞു, ലാ നദിരി, ഞങ്ങൾക്കറിയില്ല. അള്ളാഹുവിന്റെ ഹബീബ് അത് മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും അവരോട് ചോദിക്കുന്നത്, കം യൻഹറൂന ഔ കം തൻഹറൂന, നിങ്ങൾ ഇങ്ങോട്ടുള്ള യാത്രയിൽ എത്രയാണ് അറുത്തിരുന്നത്? ഓരോ സമയത്തും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിങ്ങൾ ഒട്ടകത്ത് അറുത്തിരുന്നത് എത്ര എണ്ണത്തിനെയായിരുന്നു? അവർ പറയുന്നു, ചില സമയത്ത് 9, ചില സമയത്ത് 10, ചിലപ്പോൾ 9, ചിലപ്പോൾ 10 എന്ന് പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് പറയുന്നത്, അൽ ഖൗമു മാ ബൈന 900 വൽ 1000, ആ സംഘം, മക്കയിൽ നിന്ന് പുറപ്പെട്ടു വന്നിരിക്കുന്ന സംഘം 900-ന്റെയും 1000-ന്റെയും ഇടയിലാണ്. അതിനിടയിലാണ്. കറക്റ്റ് ആയിരുന്നു അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്. 950ഓളം ആളുകളായിരുന്നു അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും അവരോട് ചോദിക്കുകയാണ്, ആരൊക്കെയാണ് അവരുടെ കൂട്ടത്തിലുള്ളത്? അവരെണ്ണിക്കൊടുക്കുന്നു. അബുൽ ഹക്കം, അബൂജഹൽ അവരിലുണ്ട്, ഉത്തുബത്ത് അവരിലുണ്ട്, ഷൈബത്ത് അവരിലുണ്ട്, വലീദ് അവരിലുണ്ട്, സംഅത്ത് അവരിലുണ്ട്, അബുൽ മുഖ്തരി അവരിലുണ്ട്. മക്കയിലെ പ്രമുഖന്മാരെ എല്ലാവരെയും എണ്ണിക്കൊടുക്കുമ്പോൾ ആദരവായ നബി തങ്ങൾ മുസ്ലിമീങ്ങളിലേക്ക് തിരിഞ്ഞ്, വിശ്വാസികളിലേക്ക് തിരിഞ്ഞ് തന്റെ അനുയായികൾ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത്, നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് മക്കയുടെ കരളിന്റെ കഷ്ണങ്ങളെയാണ്. ആ മക്കയിലെ ഏറ്റവും വലിയ ആളുകൾ തന്നെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് എന്ന് ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറയുന്നു. അള്ളാഹുവിന്റെ ഹബീബ് ഒരല്പം കൂടി മുന്നോട്ട് പോവുകയാണ്. ചെന്നു നോക്കുമ്പോൾ മഴ പെയ്തിട്ട് പല ഭാഗങ്ങളിലായി വെള്ളം തങ്ങി നിൽക്കുന്നുണ്ട്. ആദ്യം കണ്ട നല്ല ഒരു വെള്ള തടാകത്തിന്റെ അരികിൽ അള്ളാഹുവിന്റെ ഹബീബ് നിലയുറപ്പിക്കുകയാണ്, ഇവിടെ ഇറങ്ങാം. അതാ വരുന്നു ഹുബാബ് ബിനുൽ മുൻദിർ എന്ന് പറയുന്ന സ്വഹാബി വര്യൻ. അദ്ദേഹം അഷ്റഫുൽ ഖൽഖ് തങ്ങളോട് ചോദിക്കുന്നത്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലെ, ഇത് വഹ്യാണോ, അള്ളാഹു അറിയിച്ച വിവരമാണോ ഇവിടെയാണ് ഇറങ്ങേണ്ടത് എന്ന്? അമിൽ ഹർബു വൽ മക്കീദ, അല്ലെങ്കിൽ ഇത് യുദ്ധതന്ത്രമാണോ? യുദ്ധത്തിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ, വിജയം ലക്ഷ്യം വെച്ചുകൊണ്ടാണോ അങ്ങ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്? ഇവിടെ ഇറങ്ങിയാൽ നമുക്ക് വെള്ളമുണ്ടല്ലോ എന്നാലോചിച്ചുകൊണ്ടാണോ ഇറങ്ങിയത്? അല്ല, അള്ളാഹുവിന്റെ തീരുമാനമാണോ? അള്ളാഹുവിന്റെ തീരുമാനമാണെങ്കിൽ മറിച്ചൊന്നും എനിക്ക് പറയാനില്ല. ആരംഭ നബി തങ്ങൾ പറഞ്ഞു, അല്ല ബലിൽ ഹർബ്, ഇത് ഞാൻ മനസ്സിലാക്കിയതാണ്. വെള്ളമില്ലാതെ വന്നവരാണല്ലോ നാം. വെള്ളം കിട്ടിയപ്പോ, നല്ല ഒരു വെള്ളത്തിന്റെ തടാകം കണ്ടപ്പോ ഇവിടെ ഇറങ്ങിയതാണ്. അദ്ദേഹം പറയുന്നു, മഹാദാ ബിർറഇ, ഇത് ബുദ്ധിയല്ല നബിയെ, ഇവിടെയല്ല നമുക്കേണ്ടത്, നമ്മൾ അങ്ങോട്ട് പോകണം. നമ്മൾ ഇനിയും അങ്ങോട്ട് പോകുമ്പോ അപ്പുറത്തേക്ക് ഒരുപാട് കുഴികളിൽ വെള്ളമുണ്ട്. ആ വെള്ളം, അതിൽ അവസാന വെള്ളത്തിന്റെ അരികിലാണ് നാം പോയിരിക്കേണ്ടത്. ഈ വെള്ളം വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടെത്തിക്കാം. എന്നാൽ അവസാന ഭാഗത്തുള്ള വെള്ളത്തെത്തിയാൽ ഇപ്പുറത്തുള്ള വെള്ളമൊക്കെയും നമുക്കുള്ളതാണ്. ആ അവസാന ഭാഗത്താണെങ്കിൽ ശത്രുക്കൾക്ക് ഇനി വെള്ളം ലഭിക്കുകയുമില്ല. ഇതാണ് യുദ്ധതന്ത്രം, ഇതാണ് ബുദ്ധി എന്ന് പറയുമ്പോൾ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ അശർത ബിർറഇ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇത് തന്നെയാണ് വേണ്ടത്, നല്ല അഭിപ്രായമാണെന്ന് പറഞ്ഞ് നബി തങ്ങൾ അത് സ്വീകരിക്കുകയാണ്. മുന്നോട്ട് പോകുന്നു. ഇദ്ദേഹം പറഞ്ഞത് പ്രകാരം അവസാനം കണ്ട ഒരു വെള്ളത്തിന്റെ അരികിൽ, തടാകത്തിന്റെ അരികിൽ, ഒരു കുഴിയുടെ അരികിൽ ഇരിക്കുന്നു. അത് നല്ല കെട്ടിപ്പടുത്തൊരു വെള്ള തടാകമാക്കി, ഒരു ടാങ്കാക്കി മാറ്റുകയാണ്, നല്ല ഒരു ഹൗലാക്കി മാറ്റുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശ്വാസികളും അവിടെയാണ് നിൽക്കുന്നത്. കുടിക്കാൻ വെള്ളമായി, കുളിക്കാനും വുളു നിർവഹിക്കാനും എല്ലാത്തിനും അവർക്ക് വെള്ളമാണ്. ആയിടക്കാണ് ശത്രുക്കളിലെ ആളുകൾ ഇവരിലേക്ക് പറഞ്ഞയക്കുന്നത് മറ്റൊരാളെ. പറഞ്ഞയച്ചു നോക്കുമ്പോ ആരാണുള്ളത്, എത്രയാണ് ആളുകൾ? മുഹമ്മദിന്റെ കൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ആളുകളുണ്ടെന്നറിയാൻ വേണ്ടി ഉമൈർ ബിൻ വഹബ് വന്ന് നോക്കിയിട്ട് ശത്രുക്കളുടെ അരികിലേക്ക് ചെന്ന് അദ്ദേഹം പറയുന്നു, അദ്ദേഹം പിന്നെ വിശ്വസിച്ച സ്വഹാബി വര്യനാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വന്നു ചെന്നുകൊണ്ട് പറയുന്നത്, സലാസുമിയത്തിൻ ഔ യസീദു, ഒരു 300 ആളുകൾ, അല്ലെങ്കിൽ ഒരു അല്പം കൂടും അല്ലെങ്കിൽ അല്പം കുറയും. 300 ആളുകൾ, 300 മാത്രമോ? അതെ. അദ്ദേഹം പറയുന്നു, ഞാൻ ഒന്നുകൂടി നോക്കട്ടെ, മറ്റെവിടെയെങ്കിലും അവർ മാറിയിരിക്കുന്നുണ്ടോ, ഒളിച്ചിരിക്കുന്നവരുണ്ടോ എന്ന് ഞാനൊന്ന് വീക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഇദ്ദേഹം ചുറ്റുഭാഗത്തും സഞ്ചരിച്ച് എല്ലാ ഭാഗത്തും ചെന്ന് നോക്കിയിട്ട് ഇദ്ദേഹം മടങ്ങി വന്നിട്ട് പറയുന്നത്, ഇല്ല, അവര് 300 പേര് തന്നെയാണ്. പക്ഷെ ഞാനൊന്ന് പറയാം, അവര് വന്നിരിക്കുന്നത് മരണത്തെയും പേറിയാണ്. തഹ്മിലുൽ മനായ, ആ മദീനയിലെ യസിരിബിലെ ഒട്ടകങ്ങൾ വന്നിരിക്കുന്നത് മരണം പേറിയാ വന്നിരിക്കുന്നത്, മരിക്കാൻ തയ്യാറായാ വന്നിരിക്കുന്നത്. അവര് 300 ആളുകളാണോ? ആ 300 ആളുകളെ നിങ്ങൾ 1000-ഓളം വരുന്ന സൈന്യത്തിന് വളരെ പെട്ടെന്ന് അങ്ങ് നേരിടാമെന്ന് നിങ്ങൾ കരുതണ്ട. അവരിൽ ഒരാളെ നിങ്ങൾ വധിക്കുകയാണെങ്കിൽ പകരം നിങ്ങളിൽ ഒരാളെ കൊല്ലപ്പെടും. അവർ 300 പേരെ നിങ്ങൾ കൊല്ലണമോ
എങ്കിൽ നിങ്ങളിൽ 300 ആളുകളെ കൊന്നിട്ടേ നിങ്ങൾക്ക് അവരെ കൊല്ലാൻ കഴിയുകയുള്ളൂ. പിന്നെ നമുക്കെന്ത് ജീവിതമാണ്? നമ്മൾ 300 ആളുകൾ കൊല്ലപ്പെട്ടാൽ തീർച്ചയായും അവരങ്ങനെ ഒരുങ്ങിയാണ് വന്നിരിക്കുന്നത്, മരണത്തെ ചുമന്നാ വന്നിരിക്കുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പിന്നീട് വിശ്വസിച്ച, അന്ന് ശത്രുക്കളുടെ കൂട്ടത്തിൽ വന്നിരുന്ന ഇദ്ദേഹം പറയുമ്പോ ഇദ്ദേഹം ഹക്കീം ബിൻ ഹിസാമിനോട് പറയുന്നു, അദ്ദേഹവും വിശ്വസിച്ച സ്വഹാബിയാണ് പിന്നീട് റളിയല്ലാഹു അൻഹു. ഇദ്ദേഹം ചെന്നുകൊണ്ട് പലരോടും പറയുന്നു, നമുക്ക് ആ യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കാം, നമുക്ക് പോകാം. നാം വന്നിരുന്നത് അബൂ സുഫിയാനെ രക്ഷപ്പെടുത്താനാണല്ലോ, അവർ രക്ഷപ്പെട്ടു കഴിഞ്ഞല്ലോ. പലർക്കും അഭിപ്രായം അതുതന്നെയാണ്, മടങ്ങിപ്പോകാമെന്ന്. അബൂജഹലിന്റെ അരികിലേക്ക്, അബുൽ ഹക്കമിന്റെ അരികിലേക്ക് ചെന്ന് പറയുമ്പോ, നിങ്ങളൊക്കെ എന്താ പേടിച്ചിരിക്കുകയാണോ? ഇല്ല, ഒരിക്കലും ഞാൻ മടങ്ങിപ്പോവുകയില്ല. നാളെ കാണാം നമുക്ക് എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന്, ആരാണ് മരണം ചുമന്ന് വന്നിരിക്കുന്നതെന്ന്, ആരാണ് മരണത്തെ പേടി വന്നിരിക്കുന്നതെന്ന് നമുക്ക് കാണാമെന്ന് വീമ്പിളക്കുകയായിരുന്നു അബുൽ ഹക്കം അബൂജഹൽ ആ സമയത്തും. ആയിടക്കാണ് ജുഹൈം ബിൻ സൽത്ത് എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹവും വന്ന് ശത്രുക്കളുടെ കൂട്ടത്തിലാണ്, അവിശ്വാസിയാണ്. പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബി വര്യനാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആ ശത്രുക്കളുടെ കൂടെ വന്ന് ഒരു സ്ഥലത്ത് തന്റെ തല വെച്ച് ഒന്ന് മയങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ നിന്ന് അദ്ദേഹം ഞെട്ടി ഉണർന്നുകൊണ്ട് ചോദിക്കുന്നത്, എവിടെ കുതിരസവാരിക്കാരൻ? എന്റെ തലയുടെ അരികിൽ വന്നിരുന്ന ആ കുതിരസവാരിക്കാരൻ എവിടെ? കുതിരപ്പുറത്തൊരാൾ വന്നത് നിങ്ങൾ കണ്ടില്ലേ? അവർ പറഞ്ഞു, ഇല്ല, ആരും ഇവിടെ വന്നില്ലല്ലോ. ഇദ്ദേഹം പറയുന്നു, ഒരാൾ വന്നു. അദ്ദേഹം എന്നോട് പറയുന്നത്, കുത്തില അബൂജഹൽ, അബുൽ ഹക്കം കൊല്ലപ്പെട്ടെന്നാണ്, ഉമയ്യത്ത് കൊല്ലപ്പെട്ടെന്നാണ്, അബുൽ ബുഖ്തരി കൊല്ലപ്പെട്ടെന്നാണ്. ബദറിൽ അന്ന് കൊല്ലപ്പെട്ടിരിക്കുന്ന 70 ആളുകളുടെയും പേര് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പറയുന്നു, അവരൊക്കെയും കൊല്ലപ്പെട്ടു എന്നാ പറയുന്നത്. തടവിൽ പിടിക്കപ്പെട്ടിരുന്ന 70 അവിശ്വാസികൾ അന്ന് തടവിലാക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ പേര് പറഞ്ഞുകൊണ്ട് അവരെയൊക്കെയും ഇതാ തടവിലാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ആ കുതിരക്കാരൻ വന്ന് അദ്ദേഹം ഇവിടെ വന്ന് ഒരു ഒട്ടകത്തെ അറുക്കുകയാണ്. ആ ഒട്ടകത്തെ അറുത്തുകൊണ്ട് അതിന്റെ ജീവൻ പോകുന്നതിന്റെ മുമ്പായി ആ ഒട്ടകം നമ്മുടെ എല്ലാ ടെന്റുകളിലൂടെയും കറങ്ങി നടന്ന് ഓരോ ടെന്റിലും ഒരു തുള്ളി രക്തമെങ്കിലും മുറ്റാത്തതായി ഒറ്റ ടെന്റുമില്ല, എല്ലാ ടെന്റിലേക്കും അതിന്റെ രക്തമെത്തുമെന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹവും പറയുകയാണ്, എന്തോ ഒരു സൂചനയാണ് ഇത് നൽകുന്നത്. അബൂജഹല ആദ്യം പ്രതികരിക്കുന്നത്, അദ്ദേഹം പറയുന്നു, ഹാദാ നബിയുൻ ആഖറു മിൻ ബനി മുത്തലിബ്, ഇതാ മുത്തലിബിന്റെ സന്തതികളിൽ അടുത്ത ഒരു പ്രവാചകൻ കൂടി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മുഹമ്മദിന് ശേഷം ഇന്നലെ ആത്തിക്കയാണെങ്കിൽ ഇന്നിതാ ജുഹൈം, അടുത്ത പ്രവാചകനും കൂടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാ. കൂടെയുള്ള ആളുകൾ പറഞ്ഞു, ലൈബ ബിക ശൈത്താൻ, അതെന്തോ ശൈത്താനിന്റെ ബാധയാണ്, നിനക്കെന്തോ പറ്റിയതാണ്, ഇവിടെ ആരും വന്നിട്ടില്ല, നീ സ്വപ്നത്തിൽ എന്തോ പായ്ക്കനാവ് കണ്ടതാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോഴാണ് ഒരു വിഭാഗം ആളുകൾ ഇതൊക്കെയും മനസ്സിലാക്കിയിട്ട് കൂട്ടത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്നത്. അവരുടെ കൂടെ വന്നിരുന്ന കുറച്ചാളുകൾ യുദ്ധത്തിൽ നിന്ന് മടങ്ങിപ്പോവുകയാ. അബൂജഹൽ പ്രഖ്യാപിക്കുന്നു, നാളെ കാണാം ആരാണ് വിജയിക്കുന്നതെന്ന്, ആർക്കാണ് രക്ഷയെന്ന്, ആർക്കാണ് സഹായമെന്ന്. നമ്മൾ കഅബയുടെ കില്ല പിടിച്ച് അള്ളാഹുവിനോട് സഹായം തേടി വന്നതാ. അബൂജഹലും പ്രാർത്ഥിച്ചിരുന്നത് ആ സമയത്ത് അള്ളാഹുവിനോടാണ്. അവർക്കറിയാം അവരുടെ കല്ലും മണ്ണും മുള്ളും ഒന്നും അവരെ രക്ഷപ്പെടുത്തില്ലെന്ന്. കഅബയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാ വന്നത്, ഞങ്ങളിലെ ഏറ്റവും വലിയ സംഘത്തെ, ഏറ്റവും സത്യസംഘത്തെ നീ വിജയിപ്പിക്കണമേ എന്ന്. അത് നാളെ കാണാം എന്ന അബൂജഹൽ പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിശ്വാസികളും ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പുറത്ത് അബൂജഹലും സംഘവും 1000-ഓളം വരുന്ന സർവായുധ സജ്ജരായ ആളുകളും ഒരുങ്ങി നിൽക്കുമ്പോ ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അല്ലാഹുവിന്റെ ഹബീബേ, നമ്മളേതായാലും പോരാടാൻ ഒരുങ്ങി നിൽക്കുകയാ. അലാ നബ്നി ലക അരീശ, അങ്ങേക്ക് നാം ഒരു പന്തലൊരുക്കി തരട്ടെ, ഒരു ചെറിയ കൂടാരം ഒരുക്കി തരാം, അങ്ങ് അവിടെ ഇരിക്കണം, ഒരൊട്ടകത്തെയും അവിടെ വെച്ചു തരാം, ഞങ്ങൾ ഇവിടെ നിന്ന് പോരാടും, അവസാനം വരെ പോരാടും, ഞങ്ങളിൽ അവസാനത്തെ ആളുകളും മരിക്കുന്നതുവരെ, അവസാനത്തെ തുള്ളി രക്തവും ഉറ്റി വീഴുന്നതുവരെ ഈ ദീനിന് വേണ്ടി നിൽക്കാൻ ഞങ്ങൾ തയ്യാറാ. അങ്ങനെ ഉണ്ടായിട്ട് ഈ യുദ്ധത്തിൽ വിജയമാണോ നമുക്ക് ലഭിക്കുന്നതെങ്കിൽ എങ്കിൽ സന്തോഷമാണ്, നമുക്ക് നേട്ടമാണ്. അല്ല, മറിച്ചു വല്ലതുമാണ് നടക്കുന്നതെങ്കിൽ അങ്ങ് രക്ഷപ്പെടണം നബിയെ മദീനയിലേക്ക്. മദീനയിൽ അങ്ങയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നവരൊന്നുമല്ല ഞങ്ങൾ, ഞങ്ങളെപ്പോലെ സ്നേഹിക്കുന്നവരാണ് അവരും അങ്ങയെ നബിയെ. യുദ്ധം ഉദ്ദേശിച്ചല്ലല്ലോ നമ്മൾ പുറപ്പെട്ടത്, യുദ്ധം അവർക്കറിയില്ലായിരുന്നല്ലോ, ഒരു കൊച്ചു സംഘത്തെ പിടിക്കാനാ വന്നത്. ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകുമെന്ന് അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും അവരിങ്ങോട്ട് വരുമായിരുന്നു നബിയെ. അതുകൊണ്ട് അങ്ങയെ സ്നേഹിക്കുന്ന, അങ്ങയെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ അരികിലേക്ക് അങ്ങ് ചെന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഈ ദീനിന്റെ പ്രബോധനം ഇതങ്ങ് നടത്തിക്കൊണ്ടിരിക്കണം നബിയെ എന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങളോട് പറയുമ്പോൾ ആരംഭ നബി തങ്ങൾ അത് അംഗീകരിക്കുകയാണ്.
നബിക്ക് വേണ്ടി ഒരു പന്തൽ ഒരുക്കുന്നു. ആ പന്തലിലാ അള്ളാഹുവിന്റെ റസൂൽ ഇരിക്കുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവിടെ കാവൽ നിൽക്കുന്നുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു ചിലപ്പോൾ വന്നു നോക്കും, അലി റളിയല്ലാഹു അൻഹു വന്നു നോക്കും. അള്ളാഹുവിന്റെ റസൂല് ആ പന്തലിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയുടെ യുദ്ധമാണ്, ദുആഇന്റെ പോരാട്ടമാ, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാ. അവർ പറയുന്നു, ഞങ്ങൾ വന്നു നോക്കുമ്പോഴൊക്കെയും അണിയണിയായി നിർത്തിയതിന് ശേഷം ഞങ്ങൾ ഇവിടെ വന്നു നോക്കുമ്പോഴൊക്കെയും അള്ളാഹുവിന്റെ ഹബീബ് സുജൂദിൽ കടന്ന് യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അള്ളാഹുവേ നിന്റെ സഹായം ലഭിക്കില്ലേ എന്നിങ്ങനെ പ്രാർത്ഥനയിലാണ്. ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറ്റേ ദിവസം വന്നുകൊണ്ട് ആളുകളെ അണിയായി നിർത്തുകയാണ്, യുദ്ധത്തിന് ഒരുക്കി നിർത്തുകയാണ്. അണികളെയായി നിർത്തിയിരിക്കുന്നു. ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് അതാ വെളിയിലേക്ക് വരുന്നു മൂന്നാളുകൾ, ഉത്തുബത്തും ഷൈബത്തും വലീദും. ആ അടർക്കളത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അണിയിൽ നിന്ന് മുന്നോട്ട് വന്നുകൊണ്ട് വെല്ലുവിളിക്കുകയാണ്, വരൂ, ആരാ ധൈര്യമുള്ളവർ, ഞങ്ങളോട് പോരാടാൻ ധൈര്യമുള്ള ചുണക്കുട്ടികൾ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ എന്ന് പറയുമ്പോ മദീനത്തെ അൻസ്വാരികളിൽപ്പെട്ട ചെറുപ്പക്കാരാ ചാടിയിറങ്ങുന്നത്. പടയങ്കി ധരിച്ച് യുദ്ധത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്നവരെ കാണുമ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നില്ല ആരാണിതെന്ന്. അവർ ചോദിക്കുന്നു, ആരാ? ഞങ്ങൾ മദീനയിലെ അൻസ്വാരികളാണ്, നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ മക്കക്കാരാം, ഖുറൈശികളാ, ഞങ്ങളുടെ തറവാട്ടിൽ പിറന്ന, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വന്ന ഞങ്ങൾക്ക് കടയത്ത ആളുകളില്ലേ, യാ മുഹമ്മദ് അഖ്രിജ് അക്ഫാഅന, ഞങ്ങൾക്ക് കടയത്തവരെ ഞങ്ങളിലേക്ക് ഇങ്ങോട്ട് പറഞ്ഞേക്കൂ മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നബി തങ്ങളെ വിളിച്ചുകൊണ്ട് ഉത്തുബത്ത് പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുന്നത്, കും യാ അലി, കും യാ ഹംസ, കും യാ ഉബൈദ. അള്ളാഹുവിന്റെ റസൂൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെയും ഉബൈദ റളിയല്ലാഹു അൻഹുവിനെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും വിളിച്ച് നിങ്ങൾ ഇറങ്ങൂ എന്നാ പറയുന്നത്. അവർ അടർക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്, പോരാട്ടത്തിനിറങ്ങുകയാണ്. ചോദിക്കുന്നു ശത്രുക്കൾ, ആരാണ്? ഞാൻ അലിയാണ്, ഉബൈദയാണ്, ഞാൻ ഹംസയാണ്. നിങ്ങൾ തന്നെയാവേണ്ടത്, അക്ഫാ, ഞങ്ങൾക്ക് കടയത്തയാളുകളാണ്. അലി റളിയല്ലാഹു അൻഹു പോരാടുന്നത് നേരിടുന്നത് വലീദിനെയാണ്, ഉബൈദ റളിയല്ലാഹു അൻഹു നേരിടുന്നത് ഉത്ബയെയാണ്, ഹംസ റളിയല്ലാഹു അൻഹു ഷൈബയെയും. ചില ചരിത്രകാരന്മാർക്ക് ഈ വിഷയത്തിൽ ആരോടാണ് പോരാടിയത് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഇമാം ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവരൊക്കെയും പറയുന്നത് അലി റളിയല്ലാഹു അൻഹു വലീദിനോടാണ്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഉബൈദ റളിയല്ലാഹു അൻഹു ഉത്ബയോടും ഹംസ റളിയല്ലാഹു അൻഹു ഷൈബയോടും എന്നാണ്. അലി റളിയല്ലാഹു അൻഹുവും ഹംസ റളിയല്ലാഹു അൻഹുവും തന്റെ എതിരാളികളെ വളരെ പെട്ടെന്ന് തന്നെ വകവരുത്തുകയാണ്. ഉബൈദയും ഉത്ബയും പോരാടുന്നു. ചിലപ്പോൾ ഉബൈദയാ മുകളിൽ, ചിലപ്പോൾ ഉത്ബയാണ് മുകളിൽ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായ പോരാട്ടം. ആ ഇടക്കാൻ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് ഒരു വെട്ടേറ്റ് അദ്ദേഹം നിലത്ത് വീഴുന്നത്. അലി റളിയല്ലാഹു അൻഹുവും ഹംസ റളിയല്ലാഹു അൻഹുവും നേരെ ചാടി വീണുകൊണ്ട് ഉത്ബയുടെ വകവരുത്തുകയാണ്, ഉത്ബയെ കൊല്ലുകയാണ്. ഉബൈദ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുവന്ന്, മുറിവേറ്റ് കിടക്കുന്ന ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിൽ കിടന്ന് തലവെച്ചുകൊണ്ട്, നബിയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ ഇദ്ദേഹം മരണത്തെ നേരിൽ കാണുന്ന സമയത്ത് ഇദ്ദേഹം ചോദിക്കുന്നത്, അലസ്തു ബി ഷഹീദ്, ഞാൻ ഷഹീദല്ലയോ നബിയെ, ഞാൻ ഷഹീദാവൂലേ? ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ എനിക്ക് ഷഹീദിന്റെ കൂലി ലഭിക്കൂലേ? ഞാൻ ആ അടർക്കളത്തിൽ നിന്ന്, ആ യുദ്ധത്തിന്റെ അണിയിൽ നിന്ന് മുന്നോട്ട് പോയിട്ട് അവിടെ നിന്ന് വെട്ടേറ്റ് അവിടെ വെച്ചല്ലല്ലോ ഞാൻ മരിക്കുന്നത്, ഇങ്ങോട്ട് വന്നാ മരിക്കുന്നത്, എനിക്ക് ഷഹീദിന്റെ കൂലിയില്ലയോ എന്ന് ചോദിക്കുമ്പോ, അതെ, നിങ്ങൾക്ക് ഷഹീദിന്റെ കൂലിയാണെന്ന് മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറയുകയാണ്, ഹാദാനി ഖസ്മാനി ഇഖ്തസമു ഫീ റബ്ബിഹിം, നാളെ പരലോകത്ത് വരുമ്പോ ആദ്യമായി വിചാരണ ചെയ്യുന്ന, സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിലുള്ള ആ വേർതിരിവിന് വേണ്ടി പോരാടിയ യൗമൽ ഫുർഖാൻ, യൗമൽ തഖൽ ജംആൻ, സത്യാസത്യത്തിന്റെ ഇടയിലുള്ള വിവേചനത്തിന്റെ ദിവസമെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച ഈ ബദറിൽ ആദ്യമായി പോരാടിയ ഇവരെ വെച്ചുകൊണ്ടായിരിക്കും പരലോകത്തെ ആദ്യ വിചാരണയെന്ന് വിശുദ്ധ ഖുർആൻ ആയത്തിറക്കിയത് ഇവരെയാണ്. അവർ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ബദറിൽ വെച്ച് പോരാടിയവരായിരുന്നു. ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ അണിയായി നിർത്തിയതിനു ശേഷവും തന്റെ ആ പന്തലിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥന തന്നെയായിരുന്നു.
നിരന്തരം പ്രാർത്ഥന. വല്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ ശരീരത്തിൽ ധരിച്ചിരുന്ന മേൽത്തട്ടം പോലും നിലത്തേക്ക് വീണുപോയി അവരറിയാതെ. ആ സമയത്ത് പിന്നിൽ നിന്ന് സിദ്ദീഖുൽ അക്ബർ വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നത്, നിറുത്തു നബിയെ, അങ്ങ് അവസാനിപ്പിക്കൂ നബിയെ, അള്ളാഹു വാഗ്ദാനം ചെയ്തതല്ലേ, ആ സഹായം അങ്ങേക്ക് ലഭിക്കാതിരിക്കില്ല, അങ്ങ് സമാധാനിക്കൂ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സിദ്ദീഖ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിനെ പിറ്റേ ദിവസം ആരൊക്കെയാണ് കൊല്ലപ്പെടുക, ആരൊക്കെയാണ് അവിടെ വധിക്കപ്പെടുക എന്നറിഞ്ഞപ്പോ ആരംഭ നബി തങ്ങൾ വന്ന് ഓരോ സ്ഥലത്തും വന്ന് നിന്നുകൊണ്ട് ഇവിടെ ഉത്തുബ വീഴും, ഇവിടെ ഷൈബ വീഴും, ഇവിടെ അബൂജഹൽ വീഴും എന്ന് കൊല്ലപ്പെടുന്ന ഓരോരോ ആളുകളും മരിച്ചു വീഴുന്ന ഇടം പറഞ്ഞു കൊടുക്കുകയാണ്. പറയപ്പെട്ടതുപോലെ അതേ സ്ഥലത്ത് തന്നെയാണ് അവരൊക്കെയും മരിച്ചു വീഴുന്നത്. വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു 14 ആളുകളാണ് ബദറിൽ ഷഹീദായത് റളിയല്ലാഹു അൻഹും. ആദ്യമായി മിഹ്ജ് എന്ന് പറയുന്ന മൗല ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മൗല, അദ്ദേഹം അവിടെ വെച്ച് കൊല്ലപ്പെട്ട ഷഹീദായവരാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അണിയായി നിർത്തിയതിനു ശേഷവും അവിടുന്ന് യുദ്ധത്തെപ്പറ്റി പറയുന്നു, പരലോകത്തെക്കുറിച്ച് പറയുന്നു, യുദ്ധത്തിന്റെ കാര്യങ്ങൾ പറയുന്നു. അതിമനോഹരമായ അതിസുന്ദരമായ ഒരു ഖുത്ബ നിർവഹിക്കുന്നു. ആരംഭ നബി തങ്ങൾ ഇതിൽ കൊല്ലപ്പെട്ടാൽ ലഭിക്കുന്ന പുണ്യങ്ങളൊക്കെ പറയുമ്പോൾ ഉമൈർ ബിൻ ഹുമാം റളിയല്ലാഹു അൻഹു തന്റെ കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പഴം, തന്റെ വായയിലേക്ക് കൊണ്ടുപോകുന്ന ഈത്തപ്പഴം, ഇതൊക്കെയും വലിച്ചെറിഞ്ഞുകൊണ്ട് സ്വർഗമോ നബിയെ, സ്വർഗത്തിലേക്കാണോ ഞാൻ പോവുക ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ, എങ്കിൽ എനിക്ക് ആ സ്വർഗത്തിലേക്ക് പോകണം, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഈ യുദ്ധത്തിൽ ഷഹീദായിട്ട് എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം, അതിന് തടസ്സമാവരുത്, ഈ ഈത്തപ്പഴം കഴിക്കുന്നത് ഒരല്പസമയം പോലും ഇനി പിന്തരുതെന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലുള്ള ഈത്തപ്പഴം വലിച്ചെറിഞ്ഞുകൊണ്ട് ആ യുദ്ധത്തിലേക്ക് പോയ ഉമൈർ റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് കൊല്ലപ്പെട്ട 14 പേരിൽ ഒരാളായിരുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ പ്രാർത്ഥന നടത്തുന്ന അരീസിൽ നിന്ന് ഇറങ്ങി വന്ന് പലപ്പോഴും പോരാടിയിട്ടുണ്ട്. അവരുടെ അണിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ആരംഭ നബി തങ്ങൾ ഒരു പിടി മണൽ വാരിയിട്ട്, മണ്ണ് വാരിയിട്ട് അവരുടെ മുഖത്തേക്ക് എറിഞ്ഞപ്പോഴാണ് എല്ലാ ആളുകളുടെയും 1000-ഓളം വരുന്ന ശത്രു സൈന്യത്തിന്റെ ഓരോരുത്തരുടെയും കണ്ണിലേക്ക് അതിലെ മണൽത്തരികൾ ചെന്ന് തറക്കുന്നത്. അവർ കണ്ണു തിരുമുകയാണ്, മുന്നിൽ കാണുന്നില്ല. വമാ റമൈത ഇദ് റമൈത വലകിന്നല്ലാഹ റമാ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മുഅ്ജിസത്തിനെ കുറിച്ചാണ്. അവർ പിന്തിരിഞ്ഞോടുകയാണ്. ഓടുന്ന സമയത്താ പലരെയും പിടികൂടുന്നത്. 70 ആളുകളെ പിടികൂടുന്നു. 70 ആളുകളെ അവിടെ നിന്ന് വധിക്കുകയാണ്. മുസ്ലിമീങ്ങൾ പറഞ്ഞു, പിന്നീട് ബദറിന്റെ കഥകൾ വിവരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തൊരു സുഖമായിരുന്നു, ഞങ്ങൾ അങ്ങ് ചെന്ന് നിൽക്കുമ്പോൾ അവരുടെ കഴുത്തിങ് മുറിഞ്ഞു പോരുകയാ, മറ്റൊന്നുമായിരുന്നില്ല. 300 ചില്ലാനം ആളുകളോട് 1000-ഓളം വരുന്ന 950-ഓളം വരുന്ന ഈ ശത്രു സൈന്യം പോരാടുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് അള്ളാഹുവിന്റെ മാലാകമാർ ഇറങ്ങി വന്നിരിക്കുകയാണ് ബദറിലേക്ക്. അള്ളാഹു ഇവരെ സഹായിക്കാൻ വേണ്ടി ബദറിലേക്ക് വിശ്വാസികളെ സഹായിക്കാൻ മലക്കുകൾ ഇറക്കി. ആ മലക്കുകളും അവിടെ നിന്ന് പോരാടുകയായിരുന്നു. ആ മലക്കുകൾ ഇറങ്ങി വരുന്ന ശബ്ദം കേട്ടവരുണ്ട്. പലരും പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, 2 ആളുകൾ പറഞ്ഞത് ആ ബദറിന്റെ അപ്പുറത്ത് നിന്ന് എന്താണ് ഇവിടെ നടക്കുന്നത്, പോരാട്ടത്തിന്റെ വിവരമറിയാൻ വേണ്ടി ഒരു കുന്നിന്റെ മുകളിൽ ഞാനും എൻ്റെ സഹോദരനും കയറി നിൽക്കുമ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. ആകാശലോകത്ത് നിന്ന് എന്തോ ഇറങ്ങി വരുന്ന ശബ്ദം, ഹൈസൂം, മുന്നോട്ട് വരൂ എന്ന ശബ്ദം. ഞാനത് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ഞെട്ടിപ്പോയി. എൻ്റെ സഹോദരൻ ആ ശബ്ദം കേട്ട് കൂടെയുണ്ടായിരുന്നയാൾ അവിടെ തന്നെ മരണപ്പെട്ടു പോയി. ഞാൻ പിടിച്ചു നിന്നു എന്ന് പറയുന്നത് മലക്കുകൾ ഇറങ്ങി വന്നതായിരുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിക്കാൻ, വിശ്വാസികളെ സഹായിക്കാൻ ബദറിൽ മലക്കുകളുമാണ്. ആ മലക്കുകളെല്ലാം ഇറങ്ങി വന്നിരിക്കുന്ന ആ പോരാട്ടത്തിന്റെ നേരത്താ അള്ളാഹുവിന്റെ റസൂൽ ചില ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ട് പറയുന്നത്, അവരെ നിങ്ങൾ കൊല്ലരുത് എന്ന്. അവർ വിശ്വാസികൾ വന്നിട്ടുണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരിൽ ഒരാളാണ്. അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്. അകമേ വിശ്വസിച്ചയാളാണ്. പുറത്തു കാണിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ മക്കയിൽ ശത്രുക്കളോടൊപ്പം തന്നെയാ, അവരോടൊപ്പം യുദ്ധത്തിനും വന്നിട്ടുണ്ട്. അവരെ കണ്ടാൽ നിങ്ങൾ കൊല്ലരുത്. അബുൽ ബുഖ്തരി എന്നയാളെയും നിങ്ങൾ കൊല്ലരുത്. അദ്ദേഹം എന്നെ ബഹിഷ്കരിക്കാൻ വേണ്ടി മക്കയിൽ നിന്നൊരു കരാറുണ്ടാക്കിയ സമയത്ത് ആ കരാർ പൊളിച്ചുകൊണ്ട് എന്നോടൊപ്പം നിന്നയാളാണ്, എനിക്ക് അനുകൂലമായി നിന്നയാളാ, അദ്ദേഹത്തെ കൊല്ലരുത് എന്ന് ചില ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അൻസ്വാരികളിൽപ്പെട്ട ഒരു സ്വഹാബി വര്യൻ പറയുന്നു, നബി തങ്ങൾ ഈ പറഞ്ഞ അബുൽ ബുഖ്തരിയും അദ്ദേഹത്തിന്റെ കൂടെ ഒരു കൂട്ടുകാരനും 2 പേരും ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ കണ്ടത്. പോരാടാൻ ചെന്നതാ. ഞാൻ പറഞ്ഞു,
നിങ്ങളെ കണ്ടാൽ കൊല്ലരുത് എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മാറണം. ഇദ്ദേഹം പറയുന്നു, ഇല്ല, എന്നെ മാത്രമല്ല എൻ്റെ കൂട്ടുകാരനെ, ഞാൻ കൈപിടിച്ച് നിൽക്കുന്ന, ഞാൻ അഭയം നൽകിയ, എന്നോടൊപ്പം വന്ന, ഞാൻ സംരക്ഷിക്കുന്ന എൻ്റെ കൂട്ടുകാരനെയും നിങ്ങൾ ഒഴിവാക്കി തരണം. അവർ പറഞ്ഞു, ഇല്ല, നിങ്ങളെ മാത്രമാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നിങ്ങൾ മാറൂ എന്ന് പറയുമ്പോൾ അദ്ദേഹം, ഇല്ല, ഇദ്ദേഹത്തെ കൊല്ലുകയാണോ എങ്കിൽ എന്നെയും കൊന്നോളൂ, രണ്ടുപേരും ഇവിടെ വെച്ച് കൊല്ലപ്പെട്ടാൽ മതി, എൻ്റെ സുഹൃത്തിനെ കൊന്നിട്ട് എനിക്ക് എൻ്റെ ജീവൻ വേണ്ട. അവർ പലപ്പോഴും പറയുന്നു, പക്ഷെ ഇദ്ദേഹം മാറുന്നില്ല. അവസാനം പോരാടുന്ന സമയത്ത് അബുൽ ബുഖ്തരിയും അവിടെ വെച്ച് കൊല്ലപ്പെടുകയാണ്, ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് വധിക്കപ്പെടുകയാ. അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയായിരുന്നു. ആരംഭ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ കൊല്ലരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബദറിൽ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് കൊല്ലപ്പെടണമെന്ന് അള്ളാഹു തീരുമാനിച്ച അബുൽ ബുഖ്തരി അവിടെ വെച്ച് കൊല്ലപ്പെടുകയാണ്. ഉമയ്യത്ത് ബിൻ ഖലഫ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ യജമാനനായിരുന്നു. മക്കയിൽ നിന്ന് ബിലാൽ എന്നവർ വിശ്വസിച്ചതിന്റെ പേരിൽ എത്രയാ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നത്, ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നത്. മദീനത്തെ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിലേക്ക് ബിലാലിനെ കൊണ്ടുവന്ന ആ നിമിഷങ്ങളൊക്കെയും ബിലാലിന് ഉമയ്യത്തിനെ കണ്ടപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടായി. ബദറിൽ ആ ഉമയ്യത്തിനെയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ സംരക്ഷിക്കാൻ നോക്കി, ഞങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു, പഴയ കാലത്തെ ഉള്ള ബന്ധം. ഉമയ്യ, നിനക്കെന്തായാലും അപകടം പറ്റിയാൽ നിന്റെ കൂടെ ഞാനുണ്ടാകും, നിന്നെ സംരക്ഷിക്കാൻ, നിന്നെ സഹായിക്കാൻ. എനിക്കെന്തെങ്കിലും പറ്റിയാൽ എൻ്റെ കൂടെ ഉമയ്യ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പണ്ട് മുതലേ ഉള്ള കരാറാണ്. ആ കരാറിൽ ഈ ബദറിന്റെ നേരത്താ ഞാൻ ചില ആളുകളെ കൊന്ന അങ്കികളുമായി ഇങ്ങനെ നടക്കുമ്പോൾ ഉമയ്യ എൻ്റെ മുമ്പിൽ കാണുന്നത്. ഉമയ്യ എന്നോട് പറഞ്ഞു, ആ അങ്കികളൊന്നും നിനക്ക് ഉപകാരപ്പെടില്ല, അതൊന്നും ഒരു പണവുമല്ല, എന്നെ സംരക്ഷിക്കുമോ, എന്നെയും എൻ്റെ മകൻ അലിയിനെയും നീ കൊണ്ടുപോവുകയാണെങ്കിൽ, രക്ഷിക്കുകയാണെങ്കിൽ നിനക്ക് ധാരാളം പണം തരാം. അദ്ദേഹം പറയുന്നു, നമ്മൾ പണ്ട് പറഞ്ഞ ഒരു കരാറുണ്ടല്ലോ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഉമയ്യ എന്നയാളെ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഇദ്ദേഹം സംരക്ഷിക്കുകയാണ്. അദ്ദേഹത്തെയും തന്റെ മകനെയും പിടിച്ചു കൊണ്ടുപോവുകയാണ്, കൈപിടിച്ച് സംരക്ഷിക്കാൻ കൊണ്ടുപോകുന്നു, ബന്ദിയായി കൊണ്ടുപോവുകയാണ്. ഈ ബന്ദിയെ മോചിപ്പിക്കാൻ വേണ്ടി ധാരാളം പണം ലഭിക്കുമല്ലോ എന്ന് ഇദ്ദേഹം ആലോചിച്ചു. മാത്രമല്ല മക്കയിൽ വെച്ചുണ്ടായിരുന്ന കരാറും ഇദ്ദേഹം ഓർത്തുപോയി. ഈ സമയത്താണ് ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യയെ കാണുന്നത്. ബിലാൽ എന്നവർ അട്ടഹസിക്കുകയാ, അൻസാരികളെ ചെറുപ്പക്കാരെ എന്ന് വിളിച്ചുകൊണ്ട് ഇദ്ദേഹം പറയുന്നത്, അതാ റഅ്സുൽ കുഫർ, ഇതാ കുഫറിന്റെ തലയാണിത്. ഉമയ്യ ലാ നജൗതു ഇൻ നജാ ഉമയ്യ, ഉമയ്യ വിജയിച്ചാൽ, ഉമയ്യ രക്ഷപ്പെട്ടാൽ ഇനി എനിക്ക് രക്ഷയില്ല എന്ന് ഇദ്ദേഹം മക്കയിൽ വെച്ച് അനുഭവിച്ച പീഡനങ്ങൾ ഓർത്തുകൊണ്ടാ പറയുന്നത്. ആ സമയത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഇദ്ദേഹത്തിന് സംരക്ഷണം നൽകുകയാണ്. അൻസാരികൾ കടന്നു വന്നു. ബിലാലിന്റെ ശബ്ദം കേട്ട് ഇദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇദ്ദേഹം തന്റെ മകനെ, ഈ ഉമയ്യത്തിന്റെ മകനെ അലീനെ അവരുടെ കയ്യിലേക്ക് കൊടുക്കുകയാ. ആ അലീനെ വേണമെങ്കിൽ കൊന്നോട്ടെ, അവനെ സംരക്ഷിക്കുമെന്ന് ഞാൻ വാക്കു നൽകിയിട്ടില്ലല്ലോ, ഉമയ്യയെ എനിക്ക് സംരക്ഷിക്കണം. അലി എന്ന മകനെ അവർ വധിക്കുകയാണ്. ശേഷം ഉമയ്യയെ വധിക്കാൻ വേണ്ടി വരുമ്പോൾ ഞാൻ ഉമയ്യയോട് പറഞ്ഞു, നിങ്ങളൊന്ന് മുട്ടുകുത്തി നിൽക്കൂ, ഇവിടെ ഞാൻ നിങ്ങളുടെ മേത്ത് കടന്നുകൊണ്ടെങ്കിലും നിങ്ങളെ രക്ഷിക്കാം. അദ്ദേഹം മുട്ടുകുത്തി കിടക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ദേഹത്ത് മലർന്നു കടന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കി. കമിഴ്ന്നു കടന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ നോക്കിയപ്പോൾ എൻ്റെ കാലിന്റെ ഉള്ളിലൂടെ വന്നുകൊണ്ട് അവനെ കുത്തുകയാണ്. ഉമയ്യയെ കുത്തി മുറിവേൽപ്പിച്ച് ഉമയ്യത്തും അവിടെ വെച്ച് കൊല്ലപ്പെടുകയാ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരാളുടെ പേര് വിളിച്ചുകൊണ്ട് പറഞ്ഞു, മൻ ലഹു ഇൽമുൻ ബിനൗഫൽ ബിൻ ഖുവൈലിദ്, നൗഫൽ ബിൻ ഖുവൈലിദിന്റെ വിവരം ആരുടെ അരികിലാ ഉള്ളത്? അവൻ ശത്രുവാണല്ലോ, നമുക്കെതിരെ തിരിഞ്ഞവനാ, ഈ പോരാട്ടത്തിൽ പോലും വെല്ലുവിളിച്ചവനാണവൻ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അവനെ കൊന്നിരിക്കുന്നു എന്ന്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനെ സ്തുതിച്ചു. അവിടെ നിന്ന് പിന്നെ ചോദിക്കുന്നു, അബൂജഹലിന്റെ വിവരം എന്താണ്? അബൂജഹൽ എവിടെ? ആരാണ് അബൂജഹലിനെ ഒന്ന് ചെന്ന് നോക്കുക എന്ന് പറഞ്ഞപ്പോഴാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെന്ന് നോക്കുമ്പോൾ അടയാളം നോക്കി അബൂജഹലിനെ മനസ്സിലാക്കുന്നത്. അബൂജഹൽ വെട്ടേറ്റ് കിടക്കുകയാ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ പറയുന്നു, ഞാൻ യുദ്ധത്തിന് അണിയായി നിൽക്കുന്ന സമയത്ത് എൻ്റെ വലതുഭാഗത്തൊരു ചെറിയ കുട്ടിയാണ്, ചെറിയ ആളാണ്, ഇടതുഭാഗത്തും ചെറിയ ആളാണ്. വലതുഭാഗത്തുള്ളയാള് എന്നെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് അബൂജഹലിനെ അറിയുമോ? ഞാൻ അവനോട് ചോദിച്ചു, നിനക്കെന്തിനാ അബൂജഹലിനെ? ആ ചെറുപ്പക്കാരൻ പറയുന്നത്, അബൂജഹൽ അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ ഉപദ്രവിച്ചയാളാണെന്നാണ് ഞാൻ കേട്ടത്. ഞാൻ അവനെ കണ്ടാൽ എൻ്റെ വാളുകൊണ്ട് എനിക്ക് അവനെ വെട്ടിനുറുക്കാനാണ്.
ഇദ്ദേഹം പറയുന്നത് ഇപ്പുറത്തുള്ളയാൾ കേൾക്കുന്നില്ല. ഇപ്പുറത്തുള്ളയാളും തോണ്ടിയിട്ട് ചോദിക്കുന്നത് ഇത് തന്നെയാ. ഞാനും ചോദിച്ചു, എന്തിനാ നിനക്ക് അബൂജഹൽ? ഇദ്ദേഹത്തിന്റെ മറുപടിയും അതാ. രണ്ടുപേരും പറയുന്നതിനിടയിലാണ് അബൂജഹലിനെ ഞാൻ കാണുന്നത്. ആദ്യം ചെല്ലുന്നത് മുആദ് ബിൻ അംർ ബിനുൽ ജമൂഹ് എന്ന് പറയുന്ന ഒരാളാണ്. ചോദിച്ചത് ഒരു മുആദാണ്, മറ്റൊന്ന് മുഅവ്വിദാണ്. ഇബ്നു അഫ്രാഇന്റെ മകൻ മുഅവ്വിദും അംർ ബിനുൽ ജമൂഹ് എന്നവരുടെ മകൻ മുആദ് റളിയല്ലാഹു അൻഹു. ഇദ്ദേഹം ചെന്ന് നോക്കുമ്പോൾ അബൂജഹലിന്റെ ചുറ്റും ആളുകൾ വഹയം ചെയ്തു നിൽക്കുകയാണ്. ലാ യുഖ്ലസു ഇലാ അബുൽ ഹക്കം, അബുൽ ഹക്കമിലേക്ക് ആർക്കും വരാൻ കഴിയില്ലെന്ന് പറഞ്ഞ് എല്ലാവരും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വാളുകൊണ്ട് അവരുടെ ഇടയിലൂടെ ചെന്ന്, അവരുടെ കാലിൻ്റെ ഇടയിലൂടെ ചെന്ന് അബൂജഹലിന്റെ കാല് വെട്ടുകയാണ്. അദ്ദേഹം നിലത്ത് വീണു. ആ സമയത്ത് അബൂജഹലിന്റെ മകൻ ഇഖ്രിമ വന്നുകൊണ്ട് എൻ്റെ കൈ വെട്ടിയത്. എൻ്റെ കൈ മുറിഞ്ഞുപോയി, ഒരു തോലിൽ തൂങ്ങിക്കിടക്കുകയാണ്. തോലിൽ തൂങ്ങിക്കിടക്കുന്ന ആ കൈയെ ഞാൻ എൻ്റെ പിന്നിലേക്ക് വെച്ചുകൊണ്ട് ആ ബദറിൽ ഞാൻ ഒരുപാട് പോരാടി. പിന്നെ എനിക്കതിൻ്റെ വേദന സഹിക്കാൻ കഴിയുന്നില്ല. ഈ ആടിക്കളിക്കുന്ന കൈയെ അതെനിക്കൊരു തടസ്സമാകുമോ എന്ന് കരുതി ഞാൻ നിലത്തേക്ക് വെച്ചുകൊണ്ട് ആ കൈയെ വെച്ച് അതിൻ്റെ മുകളിൽ എൻ്റെ കാല് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗം ഉയർത്തിയിട്ട് ആ കൈ മുറിച്ചിട്ടുകൊണ്ടാ ഞാൻ ബദറിൽ പോരാടിയതെന്ന് മഹാനായ മുആദ് ബിൻ അംർ ബിനുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. വജാദു ബിഅംവാലിൻ വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീനി ഗസ്വതി. ആ മുആദ് റളിയല്ലാഹു അൻഹുവിന് ശേഷം മുഅവ്വിദ് എന്നവരും വെട്ടുകയാണ്. രണ്ടുപേരുടെയും വെട്ടേറ്റുകൊണ്ട് നിലത്ത് വീണ് കിടക്കുന്ന അബൂജഹൽ യുദ്ധമൊക്കെ കഴിഞ്ഞ നേരത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെന്ന് നോക്കുമ്പോൾ ഇദ്ദേഹം അവിടെ കിടക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ദേഹത്ത് കയറി നിന്ന് ഇദ്ദേഹത്തിന്റെ നെഞ്ചിൽ ചവിട്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ കഴുത്ത് മുറിച്ചെടുക്കാൻ നോക്കുമ്പോഴാ അബൂജഹൽ ചോദിക്കുന്നത്, ആരാണ്? ഞാൻ അൻസാരികളിൽപ്പെട്ടയാളാ. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്തൊരു സുഖമായിരുന്നു. എനിക്ക് ഇടയത്ത എൻ്റെ നാട്ടിൽ നിന്ന് വന്ന ഒരു കച്ചവടക്കാരനായിരുന്നെങ്കിൽ, ഖുറൈശി ആയിരുന്നെങ്കിൽ എന്ന് ആ മരണത്തിന്റെ നേരത്ത് പോലും അഹങ്കാരം പറഞ്ഞവനാവൻ. എന്നിട്ട് പറയുന്നത്, നിന്റെ വാള് വേണ്ട, നിന്റെ വാള് കൊണ്ട് എൻ്റെ കഴുത്ത് മുറിക്കാൻ പറ്റില്ല, എന്നാ പിടിച്ചോ എൻ്റെ വാൾ, ഇതുകൊണ്ട് വെട്ടിക്കോ, കഴുത്ത് നീട്ടി മുറിച്ചോ, മുഹമ്മദ് ഒന്ന് കണ്ട് ഞെട്ടട്ടെ എന്ന് പറഞ്ഞ് അബൂജഹലിന്റെ അവസാന നിമിഷത്തിൽ പോലും അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ദേഷ്യവും ശത്രുതയും പുറത്തു കാണിച്ചിരുന്ന അബൂജഹലും അവിടെ വെച്ച് വധിക്കപ്പെടുകയാണ്. അവന്റെ തലയും അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവരൊക്കെയും കൊല്ലപ്പെട്ട, ബാക്കിയുള്ളവരൊക്കെയും ഓടി രക്ഷപ്പെട്ട, മക്കയിൽ ചെന്നിട്ട് പലരുടെയും ഓട്ടം നിർത്തിയത്. ആ വിധം ഓടിയ ഏറ്റവും സുന്ദരമായ, ചരിത്രത്തിൽ അറിയപ്പെട്ട, ഇസ്ലാമിന് വിജയം നേടിക്കൊടുത്ത, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിജയം നേടിയ ആ ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷമാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെയുണ്ടായിരുന്ന ആ ശത്രുക്കളിൽ നിന്ന് കൊല്ലപ്പെട്ടവരെയൊക്കെയും ഒരു പൊട്ടക്കണത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞത്. എല്ലാവരെയും കൊണ്ടുപോയിടുന്നു. ഉമയ്യത്ത് ബിൻ ഖലഫ് മാത്രം അതിലില്ല. ഉമയ്യ അദ്ദേഹം ധരിച്ചിരുന്ന ആ അങ്കിക്കുള്ളിൽ മരിച്ചതിന് ശേഷം വീർത്ത് വലിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത വിധം ഭാരം വന്നപ്പോൾ അവിടെ വെച്ച് തന്നെ മണ്ണിട്ട് മൂടുകയാണ് അദ്ദേഹത്തെ ചെയ്തിരുന്നത്. അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിതാവ് ബദറിൽ വെച്ച് കൊല്ലപ്പെട്ടയാളാണ്. ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തെ വലിച്ചു കൊണ്ടുപോവുകയാണ്. പൊട്ടക്കണത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ആ ദയനീയ രംഗം മഹാനായ അബൂ ഹുദൈഫ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ കണ്ണൊന്ന് നിറഞ്ഞുപോയി. അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞപ്പോ ആരംഭ നബി തങ്ങൾ ചോദിക്കുന്നു, വിഷമമുണ്ടല്ലേ അബൂ ഹുദൈഫ? പിതാവിനെ കാണുമ്പോ, പിതാവിനെ കൊണ്ടുപോകുന്നത് കാണുമ്പോ, കുണ്ടിലേക്ക് കൊണ്ടുപോകുന്നത്, പൊട്ടക്കണത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് കാണുമ്പോ മനസ്സ് വേദനിക്കുന്നുണ്ടല്ലേ? അദ്ദേഹം പറഞ്ഞു, ഇല്ല നബിയെ, ഈ അവസ്ഥയിലല്ല എനിക്ക് വിഷമം. പക്ഷേ എൻ്റെ പിതാവ് ബുദ്ധിയുള്ളയാളായിരുന്നു, ചിന്താശേഷിയുള്ളയാളായിരുന്നു, കാര്യങ്ങൾ തിരിച്ചറിയുന്നയാളായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് എൻ്റെ പിതാവ് ഇസ്ലാമിലേക്ക് കടന്നു വരുമെന്നായിരുന്നു നബിയെ. അതില്ലല്ലോ, പിതാവിന് ഈമാൻ കിട്ടിയില്ലല്ലോ എന്ന ഒരൊറ്റ ചിന്തയാണ്, ഒരൊറ്റ സങ്കടമാ എനിക്കെന്ന് മഹാനായ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ബദർ കഴിഞ്ഞ് പിന്നീടൊരിക്കൽ ഞാൻ ആ ബദറിൽ ചെന്ന് നോക്കുമ്പോൾ ബദറിലെ ഒരു പൊട്ട സ്ഥലത്ത് നിന്ന്, ഒരു കുഴിയിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റോടുകുന്നു. ഒരു കറുത്ത മനുഷ്യൻ എന്നോട് പറഞ്ഞു, യാ അബ്ദല്ലാ ഇസ്കിനി, ഒരൽപ്പം വെള്ളം തരൂ എന്ന്. ഞാൻ വിചാരിച്ചു, ഇദ്ദേഹത്തിന് എങ്ങനെ എൻ്റെ പേരറിയാം? അല്ല, എന്നെ അറിഞ്ഞിട്ട് വിളിച്ചതാണോ, അല്ലെങ്കിൽ ജാഹിലിയത്തിൽ എല്ലാവരും പറയുന്നത് പോലെ അബ്ദുള്ള എന്ന് എല്ലാവരെയും വിളിക്കും പോലെ വിളിച്ചതാണോ എന്ന് എനിക്കറിയില്ല. ഇദ്ദേഹം എന്നോട് വെള്ളം ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പിന്നിൽ, ഇയാളുടെ പിറകിൽ മറ്റൊരാൾ ഓടി വന്നിട്ട് പറയുന്നത്, യാ അബ്ദുള്ള
വെള്ളം കൊടുക്കരുത്, ആ കഅദുവുള്ള അല്ലാഹുവിന്റെ ശത്രുവാൻ, വെള്ളം കൊടുക്കരുത് എന്ന് ആരംഭ നബിയോട് വന്നു പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നീ അത് കണ്ടുവല്ലേ? അദുവുല്ലാഹി അബൂ ജഹൽ, അത് അല്ലാഹുവിന്റെ ശത്രുവായ അബൂ ജഹലാണ്. വദാലിക അദാബുഹു ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാളുവരെ അബൂജഹൽ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മക്ക എന്ന ആ നാടിലെ മുഴുവൻ ആളുകളും എന്ന് പറയാൻ പറ്റുന്ന വിധത്തിൽ മക്കയുടെ ഹൃദയത്തിന്റെ കഷ്ണങ്ങൾ എന്ന് പറയുന്ന അബൂജഹലും ഹുത്ബയും ഷൈബയും വലീദും എല്ലാം വന്നിരുന്ന ഒരു 1000-ഓളം വരുന്ന വൻ സേന, 313-ഓളം വരുന്ന ഏതാനും ചുരുങ്ങിയ വിശ്വാസികളോട്, നിരായുധരായി വന്നിരുന്ന ആളുകളോട് പോരാടിയിട്ട് അമ്പെ പരാജയപ്പെട്ടുകൊണ്ട് മക്കയിലേക്ക് മടങ്ങിപ്പോയ വാർത്തയാ ലോകമാസകലം വ്യാപിക്കുന്നത്. അവര് ലോകം ഞെട്ടിപ്പോയ, ലോകം മുഴുവനും ഞെട്ടിവിറച്ചു പോയ ഈ വാർത്ത ഇതു കാരണമാ ഇസ്ലാം ഇത്തരം ഒരു ശക്തിയായി, ഒരു വൻ ശക്തിയായി ഇന്നും ലോകത്ത് നിലകൊള്ളുന്നത്. അത് ബദരീങ്ങളുടെ പോരാട്ടമാണ്, ബദരീങ്ങളുടെ വിജയമാണ്, ബദരീങ്ങളുടെ പരിശ്രമം. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഉസാബ ഫലൻ തുബദ ഫിൽ അർദ്. അല്ലാഹുവിന്റെ റസൂൽ ആ ബദറിൽ നിന്ന് അവിടുത്തെ അരീസിലിരുന്നു കൊണ്ട്, അവിടുത്തെ പന്തലിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചിരുന്നത്, അല്ലാഹുവേ ഈ കൊച്ചു സംഘത്തെ ഇവിടെ വെച്ച് നീ നശിപ്പിച്ചാൽ ഇനി ഭൂമി മണ്ണിൽ നിന്നെ ആരാധിക്കപ്പെടുകയില്ല, നിനക്ക് ആരാധിക്കാൻ ആളുണ്ടാവുകയില്ല, മുസ്ലിമീങ്ങളെ മുഴുവനും തുടച്ചു നീക്കാൻ, നിന്റെ ദീനിനെ നശിപ്പിക്കാൻ ഇവിടത്തെ പരാജയം കാരണമായേക്കും നാരാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് വിജയം നൽകണമേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ച ആ 313 പേരുടെ വിജയമാണ് ഇസ്ലാമിന്റെ വിജയം. റളിയല്ലാഹു അൻഹും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.